എൻ്റെ പേര് ഗോപിക. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. അപ്പം പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. +2 കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, റാങ്ക് കിട്ടുമോ, നല്ലൊരു മെഡിക്കൽ കോളേജ് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇതൊക്കെ എൻ്റെ ഭയങ്കര വലിയ കൺഫ്യൂഷൻസ് ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പ്ലാറ്റിനം സജസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വൈബായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ സപ്പോർട്ടായിരുന്നു. എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ എല്ലാം എന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്ന ടൈമിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഏത് ഡൗട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കായിരുന്നു. നമുക്കിപ്പോൾ ക്ലാസ് നൈറ്റ് വേണമെങ്കിൽ ഈവനിങ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ വെച്ച് തരുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം സപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് ഗോപിക. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. അപ്പം പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. +2 കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, റാങ്ക് കിട്ടുമോ, നല്ലൊരു മെഡിക്കൽ കോളേജ് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇതൊക്കെ എൻ്റെ ഭയങ്കര വലിയ കൺഫ്യൂഷൻസ് ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പ്ലാറ്റിനം സജസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വൈബായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ സപ്പോർട്ടായിരുന്നു. എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ എല്ലാം എന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്ന ടൈമിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഏത് ഡൗട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കായിരുന്നു. നമുക്കിപ്പോൾ ക്ലാസ് നൈറ്റ് വേണമെങ്കിൽ ഈവനിങ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ വെച്ച് തരുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം സപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് ഗോപിക. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. അപ്പം പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. +2 കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, റാങ്ക് കിട്ടുമോ, നല്ലൊരു മെഡിക്കൽ കോളേജ് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇതൊക്കെ എൻ്റെ ഭയങ്കര വലിയ കൺഫ്യൂഷൻസ് ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പ്ലാറ്റിനം സജസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വൈബായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ സപ്പോർട്ടായിരുന്നു. എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ എല്ലാം എന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്ന ടൈമിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഏത് ഡൗട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കായിരുന്നു. നമുക്കിപ്പോൾ ക്ലാസ് നൈറ്റ് വേണമെങ്കിൽ ഈവനിങ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ വെച്ച് തരുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം സപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.